നമസ്കാരം, ഞാൻ രേഷു. എല്ലാവർക്കും രേഷൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വെണ്ട കൃഷിയുടേതാണ്. വെണ്ട കൃഷി എങ്ങനെ നല്ല രീതിയിൽ ചെയ്യാമെന്നുള്ളതും നല്ല രീതിയിൽ വിളവ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വെണ്ട കൃഷിയുടെ വീഡിയോയിലേക്ക് പോകാം. വെണ്ട കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ വെണ്ട കൃഷി ചെയ്യുന്ന സ്ഥലം നന്നായി കിളച്ച് കുമ്മായം ട്രീറ്റ് ചെയ്ത മണ്ണിലായിരിക്കണം നമ്മൾ വെണ്ട കൃഷി ചെയ്യേണ്ടത്. അപ്പോൾ കുമ്മായം ട്രീറ്റ് ചെയ്ത മണ്ണിൽ നമ്മൾ അടിവളമായിട്ട് ചാണകപ്പൊടിയും ചാരവും പിന്നെ കുറച്ച് വേപ്പിൻ പിണ്ണാക്കും കൂടി ഇട്ടിട്ട് വേണം നമ്മൾ സീഡ് നടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുത്താൽ ഈ വെണ്ട കൃഷിയെ ബാധിക്കുന്ന ഒരുപാട് രോഗങ്ങൾക്കുള്ള പരിഹാരമാണ് ഈ വേപ്പിൻ പിണ്ണാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അടിവളമായിട്ട് ഇതൊക്കെ മിക്സ് ചെയ്ത മണ്ണിൽ നമ്മൾ വിത്ത് പാകണം. ഞാൻ എപ്പോഴും വിത്ത് നേരിട്ട് പാകുകയാണ് ചെയ്യാറ്. പൊതുവെ ചിലരൊക്കെ വിത്ത് മുളപ്പിച്ച് പറിച്ച് നടാറുണ്ട്. പക്ഷെ ഞാൻ വെണ്ട കൃഷി ചെയ്യുന്ന സമയത്ത് നേരിട്ട് വിത്ത് പാകി കൊടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഏകദേശം 3-4 ദിവസം കഴിയുമ്പോൾ തന്നെ വിത്ത് മുളക്കുന്നതാണ്. ഒരു 4 ഇല പ്രായമാകുമ്പോൾ നമുക്ക് വീണ്ടും വളപ്രയോഗം ചെയ്യാവുന്നതാണ്. വീണ്ടും ഞാൻ എപ്പോഴും ചെയ്യുന്നത് പോലെ ചാണകപ്പൊടിയും ചാരവും തന്നെയാണ് വീണ്ടും ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇത് പൂക്കുന്ന സമയത്ത് നമുക്ക് ജൈവ സ്ലറി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ തീർച്ചയായിട്ടും വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇലകളിലൊക്കെ വെള്ളം നല്ല രീതിയിൽ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ചെറിയ പ്രാണികളുടെ ശല്യം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഒരുപാട് കീടങ്ങൾക്ക് അതിനെ തുരത്താൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വെണ്ട കൃഷിയുടെ കുറച്ച് ദൂരത്തായിട്ട് കരിയില കൊണ്ടുവന്നിട്ട് ചെറുതായിട്ട് പുകച്ചു കൊടുക്കാറുണ്ട്. അത് പുകച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ ഉണ്ടാകുന്ന ചെറിയ പ്രാണികളൊക്കെ പോകുന്നതാണ്. അപ്പോൾ പുകച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അതിനടുത്ത് കൊണ്ടുപോയിട്ട് നല്ല രീതിയിൽ കത്തിച്ചു കൊടുക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ചെടി കരിഞ്ഞു പോവുക തന്നെ ചെയ്യും. അപ്പോൾ ഒരുപാട് കീടങ്ങളെ തുരത്താൻ വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള ഒരു പ്രയോഗമാണ് ഇത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ ചുവന്ന വെണ്ട കൃഷിയാണ് ചെയ്തത്. തീർച്ചയായിട്ടും ഒരുപാട് വെണ്ട എനിക്ക് അതിൽ നിന്ന് പറിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതുപോലെ ചെയ്തു കൊടുത്തിട്ട്. പിന്നെ കീടങ്ങൾക്കുള്ള മറ്റുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത്, ഇതിന് നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ ഇലയിലൊക്കെ കരിയില കത്തിച്ച ചാരം ഞാൻ വിതറി കൊടുക്കാറുണ്ട്. ഇങ്ങനെ ചെയ്താലും നമുക്ക് പലതരം കീടങ്ങളിൽ നിന്ന് നമുക്ക് വെണ്ട കൃഷിയെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. നല്ല രീതിയിൽ എനിക്ക് ഇതിൽ നിന്ന് വിളവെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ വെണ്ട കൃഷി തീർച്ചയായിട്ടും വരുമാന മാർഗമായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് ഈ വെണ്ട കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിളവെടുപ്പ് കണ്ടാലോ. അപ്പോൾ ഒരുപാട് പ്രാണികളിൽ നിന്ന് നമുക്ക് ഇതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു നോട്ടം തീർച്ചയായിട്ടും ഈ വെണ്ട ചെടിയിൽ മേൽ ഉണ്ടായിരിക്കണം. അപ്പോൾ രാവിലെയും വൈകുന്നേരവും ഒക്കെ നമ്മൾ ഇതിനെയൊക്കെ ഒന്ന് സൂക്ഷിച്ചാൽ നമുക്ക് ഒരുപാട് പ്രാണികളെയും ഇലചുരുട്ട് പുഴുക്കളെയും ഒക്കെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടുന്ന മരുന്ന് അടിക്കുന്നതിന് പകരം നമ്മൾ തീർച്ചയായിട്ടും ഇതിനെ ദിവസവും വന്ന് ഒന്ന് നിരീക്ഷിച്ചാൽ തന്നെ നമുക്ക് പല രോഗങ്ങളിൽ നിന്നും പല കീടങ്ങളിൽ നിന്നും നമുക്ക് ഈ വെണ്ട കൃഷിയെ രക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ വേണ്ടുന്ന വളങ്ങളും വെള്ളവുമൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഇതിനെ ഒന്ന് നോക്കാതെ പോയാലൊന്നും നമുക്ക് നല്ല രീതിയിൽ ജൈവ രീതിയിൽ കൃഷി ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ ജൈവ രീതിയിൽ കൃഷി ചെയ്ത് സക്സസ് ആവണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു നോട്ടം തന്നെയാണ് അത്യാവശ്യമായിട്ട് വേണ്ടി വരുന്നത്. പലരും പറയാറുണ്ട് നമ്മൾ അത് ചെയ്തു ഇത് ചെയ്തു എന്നിട്ടൊന്നും ഇതൊന്നും നല്ല രീതിയിൽ ആവുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ നമ്മുടെ ഒരു നോട്ടം കൂടിയും ഉണ്ടായാൽ മാത്രമേ ഇത്തരം കൃഷികൾ സക്സസ് ആവുകയുള്ളൂ.
അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള പുതിയ വീഡിയോസുമായി എത്തുന്നത് വരെ നന്ദി, നമസ്കാരം. ഓക്കെ, ബൈ.